അവൾ കള്ള് 3 വയസ്സിന് മൂത്താണ് ഞാൻ. പക്ഷെ അവൾ എന്നെ വിളിച്ചുകൊണ്ട് നെടി മഞ്ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ഇനി ആ വിളി എനിക്ക് ഒരിക്കലും കേൾക്കാൻ പറ്റും. ഞങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചനാതീതമാണ്. അവൾക്ക് വയ്യാതാണ്. അവൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നിട്ടും അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് എങ്ങനെയും എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം, അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുന്നില്ല, എന്നിട്ട് എനിക്കിവിടെ വന്ന് ജോലിക്ക് കയറണം. ആ വീട് അടുത്ത മാസം പകുതിയോടുകൂടി ഒരു മുറി എല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തിരിച്ച് കയറാൻ വേണ്ടിയിട്ടായിരുന്നു. ബാക്കി പണി തീരട്ടെ എന്ന് വെച്ചിട്ട്. അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പത്തനംതിട്ട പുല്ലാട് കുഞ്ഞൂൺ വീട്ടിലെ നമ്മുടെ രഞ്ജിതയുടെ മരണം മലയാളികളെയും അതുപോലെ തന്നെ ഉറ്റവരെയും ഉടയവരെയും നാട്ടുകാരെയും എല്ലാം സങ്കടത്തിലാക്കിയ ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് സമ്മാനിച്ചത്. വളരെ വിഷമകരമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തോട് പൊരുതി വിജയം നേടാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ഈ രഞ്ജിത എന്ന കാര്യത്തിൽ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ആർക്കും തന്നെ ഒരു പരാതിയുമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. നമുക്ക് ഈ രഞ്ജിതയുടെ ജീവിതത്തെപ്പറ്റി ഒരുപാട് വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ലതും ചീത്തയുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാം. എന്നാലും അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് സംഭവിച്ചത്, രഞ്ജിതയ്ക്ക് എന്താണ് ഉണ്ടായത്, അവരുടെ ജീവിതം പരാജയപ്പെടാനുള്ള കാരണം എന്താണ് എന്നൊന്നും നമുക്കൊരു മെയിൻ ചാനലിലൊന്നും തന്നെ ഒരു വാർത്തയും വന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ അവിടെ പേഴ്സണൽ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട എന്നതുകൊണ്ടാവാം. തീർച്ചയായിട്ടും നമുക്ക് എന്താണ് രഞ്ജിതയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് എന്തായാലും ഒന്ന് അന്വേഷിച്ച് പോകാം. രഞ്ജിത ഏകദേശം 2009 അവരുടെ വിവാഹം നടക്കുന്നത്. കോന്നി സ്വദേശിയായ ഒരു മിലിറ്ററിക്കാരനായിരുന്നു ഈ രഞ്ജിത എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിച്ചിരുന്നത്. ആ സമയത്ത് കോളഞ്ചേരി ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു നമ്മുടെ രഞ്ജിത. വിവാഹ ജീവിതം ആദ്യം ഒക്കെ സുഖപ്രദം തന്നെയായിരുന്നു. എന്നാൽ ആ സമയത്ത് രഞ്ജിതയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു. ആ മക്കൾ ഒന്ന് ഇതിക എന്ന് പറയുന്ന ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഇന്ദുചൂടൻ എന്ന് പറയുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് രണ്ടാമത്തെ കുട്ടി. ആ 2 കുട്ടികളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ കുട്ടികളുടെ ഭാവി ആലോചിച്ച് ഇദ്ദേഹം എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞ കോന്നി സ്വദേശിയായ ഈ പട്ടാളക്കാരൻ ഒന്നാം തരം നല്ലൊരു കള്ള് കുടിയനായിരുന്നു എന്നാണ് ആ നാട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. അതുകൊണ്ട് തന്നെ നമ്മുടെ രഞ്ജിത എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരുപാട് ദുരനുഭവങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അവശതകളും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വിവാഹബന്ധം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആ സ്ത്രീക്ക് സാധിച്ചില്ല. അത് ഡിവോഴ്സായി എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതിനുശേഷമാണ് തൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് ജോലി, ഈ കോളഞ്ചേരി ഹോസ്പിറ്റലിലെ ഗവൺമെൻറ് ജോലി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് സലാലയിലേക്ക് അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് വണ്ടി കയറുന്നത്. എന്നാൽ ആ സമയത്താണ് നിർഭാഗ്യവശാൽ നമ്മളെ ഹൈദരാബാദിലെ വിമാന അപകടത്തിൽ നമ്മുടെ രഞ്ജിത നമ്മെ വിട്ടു പോകേണ്ടി വരുന്നത്. ആ സമയത്തിലാണ് ഒരു വൃത്തികെട്ട മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു മൃഗം വേണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ ഒരു മെസ്സേജ്, ഒരു കമൻ്റ് ഇട്ടിരുന്നു. ആ കമൻ്റ് നിങ്ങൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ഈ നാട്ടിലെ ഒരാളുടെ സാധാരണ ജോലി ഇല്ലാതാക്കി, അതുപോലെ തന്നെ ഒരു നായർ സ്ത്രീ വലിയ സാധനം നോക്കി സലാലയിലേക്ക് പോയതാണ്, കിട്ടേണ്ടത് അവിടെ വെച്ച് കിട്ടി എന്നാണ് പറഞ്ഞത്. വളരെ മോശകരമായ രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു അത്. ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യന് എങ്ങനെ പ്രതികരിക്കാൻ വേണ്ടി കഴിയുന്നു എന്ന് മലയാളി സമൂഹം ഒന്നടങ്കം ചിന്തിച്ചു. എന്നെങ്കിലും അതിനൊരു ഉത്തരം കിട്ടിയില്ല. എന്നാലും ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം, നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം തീർച്ചയായിട്ടും അപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാം. ആ സമയത്ത് തന്നെ കേസെടുക്കുകയും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇതാണ് ആ വൃത്തികെട്ട മനുഷ്യൻ. തീർച്ചയായിട്ടും നിങ്ങളും ഇവരെ പോലത്തെ ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൽ എന്നും ഒറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുകയും തന്നെ ചെയ്യണം. ഇത്തരം ആൺകുട്ടികൾ ആ നാട്ടിലില്ലാതായിപ്പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത്തരം വൃത്തികെട്ട ചില മാനസിക രോഗികൾ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടും എല്ലാം വിലസി നടക്കുന്നതാണ്. ഇവർക്ക് ചില കമൻ്റോളി രോഗമുണ്ട്. അത് ഇത്തരക്കാർക്ക് അങ്ങനെയാണ്. ഇത്തരം ഒരു സ്ത്രീ ഒരു കുടുംബത്തെ 2 മക്കളെയും ഒരു അമ്മയെയും പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് എന്നല്ല, അതിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ടാണ് ഗൾഫിലേക്ക്
പോകുന്നത്. കാരണം നാട്ടിൽ കിട്ടുന്ന വരുമാനം തികയാതെ വന്നപ്പോൾ തൻ്റെ സ്വപ്നങ്ങളായ ഒരു വീടും അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് സലാലയിലേക്ക് വണ്ടി കയറിയ ആ സ്ത്രീ ഒരു വിമാന അപകടത്തിൽ മരിച്ചു കിടക്കുന്ന സമയത്ത് ഇത്തരം വൃത്തികെട്ട മനുഷ്യൻ എഴുതിയ ആ കമൻറ്റ് തീർച്ചയായിട്ടും മലയാളികളുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ വാരിയിട്ട ഒരു കമൻറ്റ് തന്നെയായിരുന്നു. എന്നാലും അവന് ഇപ്പോൾ കിട്ടേണ്ടത് കിട്ടി. അതുപോലെ തന്നെ സസ്പെൻഷനിലാണ്. ശരിക്കും സസ്പെൻഷൻ മാത്രം പോരാ, ഒരു ഡിസ്മിസൽ ഓർഡർ കൂടി കയ്യിൽ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ അതിന് നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് സസ്പെൻഷനിൽ ഒതുങ്ങിയത്. തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷയും അതിനുള്ള എല്ലാ പാരിതോഷികവും അദ്ദേഹം കൈനീട്ടി വാങ്ങുക തന്നെ വേണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ രഞ്ജിത എന്ന് പറയുന്ന ആളുടെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് ഗോപകുമാർ എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഉള്ളത് അദ്ദേഹത്തിൻ്റെ അമ്മ തുളസി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയും ക്യാൻസർ ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലാണ്. എന്തുകൊണ്ടും വളരെ ഒരു ദുരിതപൂർണമായ ഒരു ചുറ്റുപാടിൽ കൂടിയാണ് നമ്മുടെ ഈ രഞ്ജിത എന്ന് പറയുന്ന സ്ത്രീ ജീവിച്ചു പോകുന്നതും. അപ്പോൾ ഈ 2014 അവർ സലാലയിലേക്ക് ജോലിക്കായി പോയത്. ആ സമയത്ത് സലാലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ തൻ്റെ ജീവിതം ഒന്നുകൂടി കരപ്പിടിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് ടെസ്റ്റുകൾ എഴുതുകയും അതിനുശേഷമാണ് UK ജോലി കിട്ടുകയും അതിനുശേഷം UK പോയതും. ആ UK ജോലി ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീക്ക് എനിക്ക് അവിടുത്തെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നും എനിക്ക് നാട്ടിൽ തന്നെ വന്ന് പഴയ ജോലി തിരികെ പ്രവേശിച്ച് തൻ്റെ കുടുംബത്തോടും തൻ്റെ മക്കളോടും ചേർന്നുകൊണ്ട് ഒന്നിച്ച് ജീവിക്കണമെന്നും ആ സ്ത്രീ ആഗ്രഹിക്കുകയാണ്. ആ സമയത്താണ് അവരുടെ നിയമപരമായ ചില കാര്യങ്ങൾ, ചില പേപ്പറുകളിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട്, തീർച്ചയായിട്ടും സ്വയം സാക്ഷ്യപ്പെടുത്തേണ്ട പേപ്പറുകൾ ആയതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വരേണ്ടി വന്നതാണ്. 2 മാസം മുമ്പ് നാട്ടിൽ വന്ന് പോയതാണ് രഞ്ജിത. എന്നാലും നിർബന്ധിതമായിട്ട് 2 ആഴ്ച മുന്നേ വീണ്ടും വരേണ്ടതായിട്ട് വന്നു. ആ പേപ്പർ വർക്കുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നാട്ടിൽ വന്നത്. അത് പൂർത്തിയാക്കി തിരിച്ചു പോകുന്ന സമയത്താണ് ഈ വിമാന അപകടം ഉണ്ടായതും അതുപോലെ തന്നെ അവർക്ക് നമ്മെ വിട്ട് പോകേണ്ടി വന്നതും. വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ ഒരു മുഴുക്കുടിയനായ ഒരു വ്യക്തിയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹം ഡിവോഴ്സാണ്. എന്നാലും ഈ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തിരിച്ചു വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തിരിച്ചു വരണമെന്നാണ് നമുക്ക് വിനീതമായി അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഏതായാലും അമ്മ ഈ ലോകത്തുനിന്ന് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ രഞ്ജിതയുടെ അമ്മ എന്ന് പറയുന്നത് ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ആ മക്കളുടെ കാര്യം നോക്കാൻ വേറെ ആർക്കും ഈ അച്ഛനോളം കഴിയുകയില്ല. അച്ഛൻ എത്ര വലിയ കുടിയനാണെങ്കിലും അതെല്ലാം നിർത്തിക്കൊണ്ട് ഇനിയുള്ള ജീവിതത്തെങ്കിലും ആ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കണം. പിന്നെ ഇങ്ങനെ തിരിച്ചു വരുന്ന അച്ഛനെ പൈസ കണ്ട് തിരിച്ചു വരികയാണ് എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷേ അതൊന്നും യാതൊരുവശാലും ശരിയായ ഒരു കാര്യമല്ല. ടാറ്റ എന്ന് പറയുന്ന കമ്പനി കൊടുക്കുന്ന 1 കോടി രൂപയും അതുപോലെ തന്നെ ഇൻഷുറൻസ് തുകയും വലിയൊരു സംഖ്യ ഉണ്ടാവും. എന്നാലും ആ 2 കുട്ടികളുടെ പേരിലാണ് അത് ബാങ്കിൽ ഫിക്സഡ് അക്കൗണ്ടായിട്ട് വരുന്നത്. യാതൊരു കാരണവശാലും ആ കുട്ടികൾക്ക് പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ ആ പണം അതിൽ നിന്ന് എടുക്കാനോ ചിലവഴിക്കാനോ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് അതൊക്കെ സമൂഹ മാധ്യമങ്ങളിലും യൂട്യൂബ് ചാനലുകളിലെല്ലാം വരുന്ന വാർത്തകൾ വളരെ തെറ്റായ വാർത്തകളാണ്. ആ അച്ഛൻ തിരിച്ചു വരുമെന്നും അതുപോലെ തന്നെ ആ കുട്ടികളെ ഏറ്റെടുക്കുമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം. വരട്ടെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ ദുശ്ശീലങ്ങളും മാറ്റിയ ശേഷമായിരിക്കും വരികയാണെങ്കിൽ വരേണ്ടത് എന്നുകൂടി നമ്മൾ ഒരു ആശങ്ക പങ്കുവെക്കുകയാണ്. എന്നാൽ അവസാനമായി നമ്മുടെ രഞ്ജിത പോകുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പാടിയ ഒരു പാട്ടോടുകൂടി നമുക്ക് ഇത് അവസാനിപ്പിക്കാം. നമുക്ക് 2 വരി പാട്ടൊന്ന് കേൾക്കാം. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയ്യാൽ വിരിയണ മലനാട്, വേലയും പൂരവും കൊടിയേറിൻ കാവിൽ വെളിച്ചപ്പാടുരയണ വള്ളുവനാട്, ഒരു വിളി പെണ്ണായി ചമയൊരു നല്ലനാട്. പാടിയ ആ പാട്ട് നിങ്ങൾ കേട്ട് കാണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്താനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.